കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡുകളിൽ വെള്ളമില്ല. ശുചിമുറികളിൽ വെള്ളമില്ലാതെ ദുരിതത്തിലായി രോഗികളും കൂട്ടിരിപ്പുകാരും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു അവസ്ഥയാണ് ഇന്ന്. ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡിൽ അഡ്മിറ്റായ ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരനായി ഞാൻ വന്ന സമയത്താണ് ഇവിടെ കുടിവെള്ളം ഉൾപ്പെടെ, അതായത് പ്രാഥമിക കൃത്യത്തിന് വേണ്ടി പോലും നിർവഹിക്കേണ്ട വെള്ളം പോലും ഇല്ല എന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോഴാണ് അധികൃതർ തൽക്കാലത്തേക്ക് ഇങ്ങനൊരു സംവിധാനം, അതായത് വാട്ടർ അതോറിറ്റിയുടെ ഒരു വെള്ളം ടാങ്കർ കൊണ്ടുവന്ന് അതിലുള്ള സംവിധാനം, അതിൽ ആളുകൾ ഇങ്ങനെ ശേഖരിക്കുകയാണ്. ചേച്ചി എന്താ ഉള്ളിൽ വെള്ളമില്ല? ഇത് രണ്ടാഴ്ച മുന്നേ ഞാൻ രണ്ടാഴ്ച മുന്നേ അഡ്മിറ്റ് ഒരു ബുദ്ധിമുട്ട്. വെള്ളമില്ലാത്ത ഉള്ളിൽ വെള്ളമില്ല, ഒന്നുമില്ല അല്ലേ? ബക്കറ്റ് വെള്ളമില്ലാണ്ട് ശരിയാകില്ലാലോ. ഒരു വാർഡിലും ഇല്ല അല്ലേ? ഒന്നിനുമില്ല. കൈ കഴുകാൻ ഒന്നിനും വെള്ളമില്ല അല്ലേ? വെള്ളമില്ല, ബാത്റൂമിലൊന്നും വെള്ളമില്ല. രോഗികളൊക്കെ എന്താണ് അവസ്ഥ? രോഗികൾക്ക് ബാത്റൂമിൽ വരെ വെള്ളമില്ല. ഞാൻ ചോറ് കൈ കഴുകാൻ നോക്കുമ്പോഴാണ് കൈകളിൽ വെള്ളമില്ലാത്ത. ആൾക്കാർ സ്വീപ്പായി എടുക്കാണ്, വാർഡിൽ ഫുള്ളും സ്വീപ്പായി എടുക്കണം. 6-ാം വാർഡ്, 7-ാം വാർഡിലൊക്കെ അല്ലേ? വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡുകളിലാണ് വെള്ളമില്ലാത്തത്. രോഗികളൊക്കെ വലിയ ദുരന്തത്തിലാണ്. ശുചിമുറികളിലായാലും രോഗികൾക്ക് കൂട്ടിയിരിക്കുന്നവർക്കായാലും വലിയ രീതിയിലൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും മറുപടി. ഇന്ന് ഒരു വാർത്താ ലേഖകൻ എന്നതിനപ്പുറത്തേക്ക് ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ എന്ന രീതിയിലാണ് ഈ ഒരു ദുരിതാവസ്ഥ വിവരിക്കേണ്ടി വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എവിടെയും വെള്ളമില്ല എന്നുള്ളത്. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, നേരത്തെ ആശുപത്രി സൂപ്രണ്ടിന് ആദ്യം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഈ ഒരു ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നതിന് മുൻപ് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് വാട്ടർ അതോറിറ്റി പൊടുന്നനെ ഈ കുടിവെള്ളം ഇതിന്റെ ഒരു വിതരണം സ്തംഭിപ്പിക്കുകയായിരുന്നു. എന്താണ് കാരണമെന്നറിയില്ല എന്ന് ആ സമയത്ത് പറഞ്ഞ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഈ രോഗികളൊക്കെ അറിയുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഒരു വാർത്താക്കുറിപ്പ് ഈ സമയത്ത്, അതായത് ഉച്ച കഴിഞ്ഞ് ഇറക്കിയിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പ് ഏറ്റവും കൗതുകം തോന്നുന്നത് അതാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം പോലെയുള്ള വെല്ലുവിളി ഉള്ളതുകൊണ്ട് മെഡിക്കൽ കോളേജ് ടാങ്ക് നല്ല രീതിയിൽ ശുചീകരിക്കുന്നതിന് വേണ്ടിയാണ് അടച്ചത്. ഇത് അടയ്ക്കുന്നതിന് മുൻപ് വാട്ടർ അതോറിറ്റിക്ക് ഇങ്ങനെ ഒരു വിശദീകരണം നൽകിയിരുന്നെങ്കിൽ രോഗികൾക്ക് അത് അറിയാമായിരുന്നു, അല്ലെങ്കിൽ മുന്നറിയിപ്പ് ലഭിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചവരെ വെള്ളമില്ല. ഉച്ചയ്ക്ക് ശേഷം ഈ കൈ കഴുകാൻ നോക്കിയിട്ടും വെള്ളമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയിൽ പൊറുതിമുട്ടിയ സമയത്താണ് അതും നമ്മൾ മാധ്യമ പ്രവർത്തകരാണ് വിളിച്ചത് എന്നറിയുന്ന ഒരു ഘട്ടത്തിൽ മാത്രം ഇങ്ങനെയൊരു തട്ടിക്കൂട്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയും. അത് അതുപോലെ കൃത്യമായി വിശദീകരിക്കാൻ ഈ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സഞ്ജിത് കുമാറിനെ അടക്കം നേരത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു മറുപടി പോലും തരികയോ ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ വെള്ളമില്ലാത്തൊരു സാഹചര്യം അതെന്തായിക്കോട്ടെ, ഒരു അറ്റകുറ്റപ്പണിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കുടിവെള്ള ടാങ്ക് ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടോ വെള്ളം ഉണ്ടാവില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് രാവിലെ മുതൽ തന്നെ ബദൽ സംവിധാനം ഏർപ്പെടുത്തേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അതിവർ നിർവഹിക്കുക പോലും ചെയ്തിട്ടില്ല. അതിനുശേഷം നമ്മൾ ഇത് അന്വേഷിച്ചു, ഇത് ചർച്ചയായി എന്നറിയുമ്പോൾ മാത്രം ഒരു തട്ടിക്കൂട്ട് വാർത്താക്കുറിപ്പ് ഇറക്കുകയും ഒരു ടാങ്കർ മാത്രം ലോറി വെള്ളം ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. അതുതന്നെ കൂട്ടിരിപ്പുകാർ പോയി പുറത്തുനിന്ന് ഈ വാട്ടർ ടാങ്കർ ലോറിയിൽ നിന്ന് ഈ വെള്ളം ശേഖരിച്ച് അകത്തേക്ക് പോകേണ്ടുന്ന അവസ്ഥയാണ്. ഇന്നിവർ പറയുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം അതിന്റെ വെല്ലുവിളി ഉള്ളത് കൊണ്ട് ഈ ടാങ്ക് നല്ല രീതിയിൽ ശുചീകരിക്കുന്നതിന് വേണ്ടിയെന്നാണ്. പക്ഷെ നമ്മളോട് പ്രതികരിച്ച ആളുകൾ പറയുന്നുണ്ട് 2 ആഴ്ച മുൻപ് സമാനമായ അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് എന്താണ് ഇവർക്ക് ഉത്തരം പറയാനുള്ളത് എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. ഇത് വലിയ പ്രതിസന്ധിയാണ്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ മലബാറിലെ വിവിധ ജില്ലകളിലെ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിൽ ശുചിമുറി ആവശ്യത്തിന് പോലും വെള്ളമില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്നാണ് അറിയുന്നത്. ഇത് ഏറെ ചർച്ചയായ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ അധികൃതർ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി മെഡിക്കൽ കോളേജിലെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നൊരു അറിയിപ്പാണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇത്തരമൊരു അവസ്ഥ നേരത്തെയും 2 ആഴ്ച മുൻപും ഉണ്ടായിരുന്നു എന്ന്
ആളുകൾ നമ്മളോട് പ്രതികരിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കപ്പെടേണ്ടത് അനിവാര്യവുമാണ്. ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി അടക്കമുള്ളവരുടെ ഇടപെടലും ആവശ്യവുമായി വരികയാണ്. അരുണിമ. റിയാസ്, കേരളത്തിലെ ആരോഗ്യ രംഗം ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ പരിതാപകരമായ ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടറെ ആക്രമിച്ച സംഭവമായാലും കുട്ടിയുടെ കൈമുറിച്ച് മാറ്റിയ സംഭവമായാലും ഇപ്പോൾ ഇതാ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് വാർഡുകളിൽ വെള്ളമില്ലാതെ രോഗികൾ വലയുന്നൊരവസ്ഥയുണ്ടാകുന്നത്. ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഈ ഒരു ഇതിന്മേൽ ഒരു നടപടി എടുക്കാത്തത്? പലപ്പോഴും ഈ ഉദ്യോഗസ്ഥ അനാസ്ഥ തന്നെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടത്. നമുക്ക് ഒറ്റയടിക്ക് സർക്കാരിനെയോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെ ആരോഗ്യമന്ത്രിയെ വിമർശിക്കുന്നതിനും അപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാവുന്ന വലിയ അനാസ്ഥ, അല്ലെങ്കിൽ ഇന്നത്തെ ഇപ്പോൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കുടിവെള്ള സംവിധാനം ഉണ്ടാകില്ല എന്നുള്ളത് കൃത്യമായി എല്ലാ രോഗികളെയും വാർഡുകളിൽ വന്ന് അറിയിക്കാനുള്ളൊരു സംവിധാനമെങ്കിലും ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ രോഗികൾക്ക് മുൻകരുതൽ എന്ന രീതിയിൽ വെള്ളം ശേഖരിച്ചു വെക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള മറ്റ് സംവിധാനങ്ങൾ തേടുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ഇത് അവസാനം ഉച്ചവരെ കുടിവെള്ളമില്ലാത്ത, അല്ലെങ്കിൽ കുടിവെള്ളം മാത്രമല്ല ശുചിമുറി ആവശ്യത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കാൻ വെള്ളമില്ലാത്ത ഒരു അവസ്ഥ, ആ അവസ്ഥ വന്നപ്പോൾ മാത്രം രോഗികൾ പ്രതികരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ മാത്രം, അതും മാധ്യമപ്രവർത്തകർ എന്ന രീതിയിലുള്ള നമ്മളുടെ അടക്കം ഒരു ഫോൺ വിളിയും ഇടപെടലും കൊണ്ട് മാത്രം ഈ പ്രശ്നം അത് കൂടുതൽ വഷളാവും എന്നറിയുമ്പോൾ മാത്രം ഇടപെടുകയും ഒരു തട്ടിക്കൂട്ട് വാർത്താക്കുറിപ്പ് വാർത്താധർഷ്ടിയുടെ ഭാഗത്ത് നിന്ന് ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനം അത് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു സാഹചര്യമല്ല. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ ഗുരുതര പിഴവും വീഴ്ചയും തന്നെയാണ്. അത് ഒരുപക്ഷെ ആരോഗ്യമന്ത്രി അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ നടപടി എടുക്കുമായിരിക്കാം എന്നുള്ളതാണ്. ഈ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു ആരോഗ്യരംഗത്ത്. അത് നമ്മളൊക്കെ അഭിമാനത്തോടെ കൂടി കണ്ട കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ വലിയൊരു പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിന്റെ ഒരു കാര്യം പോകുന്നത്. അരുണിമ. വ്യക്തമാണ് റിയാസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡുകളിൽ വെള്ളമില്ല എന്നൊരു വാർത്തയാണ് വരുന്നത്. ശുചിമുറികളിൽ വെള്ളമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. ഉടൻ തന്നെ അതിനുള്ള ഒരു നടപടികൾ ആരോഗ്യ വകുപ്പ് എടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.